ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഒരു ചെറിയ കമ്പാരിസൺ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒരുതരത്തിലും ഫേക്ക് ആയ ന്യൂസുകൾ അല്ല, എല്ലാം സത്യസന്ധമായതും പിന്നെ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തതാണ്. അപ്പോൾ ഇതായിരിക്കും ഒറിജിനൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ മെസ്സി, റൊണാൾഡോ എന്നിവരുടെ കമ്പാരിസൺ വീഡിയോ ആണ് നോക്കുന്നത്. ഇപ്പോൾ വലിയ തരത്തിലുള്ള ചർച്ചയാണ് ആരാണ് മികച്ച താരം. അപ്പോൾ അതിനൊരു വ്യക്തത വരുത്താനാണ് ഞാൻ വന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇനി റൊണാൾഡോന്റെ എത്ര മത്സരങ്ങളാണ് കളിച്ചു നോക്കാം. 1298 മത്സരം കളിച്ചു, പിന്നെ അതിൽ നിന്ന് 954 ഗോൾ അടിച്ചു, പിന്നെ അതിൽ നിന്ന് 259 അസിസ്റ്റ് നേടി. ഇത്രയുമാണ് റൊണാൾഡോന്റെ ഇതുവരെയുള്ള കരിയർ. നമുക്ക് മെസ്സിയുടെ നോക്കാം. മെസ്സി കളിച്ച മത്സരങ്ങൾ 1735 മത്സരങ്ങൾ, അതിൽ നിന്നും 896 ഗോളുകൾ, അതിൽ നിന്നും 404 അസിസ്റ്റുകൾ. ഇതാണ് ഇവരുടെ ഇതുവരെയുള്ള ഒരു കരിയർ. ഇതാ തുടങ്ങാം. ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചത് ക്രിസ്ത്യാനി റൊണാൾഡോ. ഇനി ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ച പ്ലെയർ ക്രിസ്ത്യാനി റൊണാൾഡോ. ഇനി ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നേടിയ പ്ലെയർ ലിയണൽ ആന്ദ്രിയ മെസ്സി, അതായത് മിശിഹ. ഇനി ഏറ്റവും കൂടുതൽ പാസ് കൊടുത്ത പ്ലെയർ ലിയണൽ ആന്ദ്രിയസ് മെസ്സി. ഇനി ഏറ്റവും കൂടുതൽ ട്രിപ്പിളുകൾ ചെയ്ത പ്ലെയർ ലിയണൽ ആൻഡിയാസ് മെസ്സി. ഇനി ഏറ്റവും കൂടുതൽ ഫ്രീകിക്ക് ഗോളുകൾ നേടിയ കളിക്കാരൻ ലയണൽ ആന്ദ്ര മെസ്സി. പക്ഷേ ഒരു കാര്യം ഓർക്കണം, റൊണാൾഡോ തൊട്ടു പിന്നിൽ തന്നെയുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ നേടിയ പ്ലെയർ ക്രിസ്ത്യാനി റൊണാൾഡോ. ഇനി ഏറ്റവും കൂടുതൽ പെനാൽറ്റി ക്രിസ്ത്യാനി റൊണാൾഡോ. ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദി മാച്ച് ആയ പ്ലെയർ ലിയണൽ ആന്ദ്രിയ മെസ്സി, നമ്മുടെ സ്വന്തം മിശിഹ. പിന്നെ എനിക്ക് വേറൊന്നു പറയാനുള്ളത്, ഇത് അവരുടെ ട്രോഫികൾ ഒന്നുമല്ല പറഞ്ഞത്, അവർ നേടിയ ഗോളുകളും അസിസ്റ്റുകളും പിന്നെ ഡ്രിബിളുകളും എല്ലാം അടങ്ങിയ ഒരു ചെറിയൊരു വിവരങ്ങളാണ്. ഇതിൽ തന്നെ രണ്ടുപേരും തുല്യശക്തികളാണ്. ഇനി നമുക്ക് ഇതിന്റെ രണ്ടാം ഭാഗം, കപ്പുകളും കരിയറിലെ ഏറ്റവും മികച്ച പ്ലെയർ ആരാണെന്ന് ഞാൻ പറയും. ഇതുവരെ അടിസ്ഥാനം നോക്കുകയാണെങ്കിൽ രണ്ടുപേരും മികച്ച പ്ലെയർ.